നിലാവിന്റെ പുഞ്ചിരിയും കിനാവിന്റെ മുഞ്ചും ചേർത്ത് വെക്കുന്ന ഇശലുകളുമായി എത്തിയിരിക്കുന്ന മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം റൗണ്ടിന്റെ സെമി ഫൈനൽ സ്റ്റേജിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം റൗണ്ട് നമ്മുടെ ഈ സെമി ഫൈനൽ റൗണ്ടിലെ കോമ്പറ്റീഷൻസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം റൗണ്ടിന്റെ ഈ സെമി ഫൈനൽ സ്റ്റേജ് മനോഹരമായ ഒരു ഇശലുമായി ചലഞ്ച് റൗണ്ടിൽ റിനൂർ റസാഖ്. ചോദ്യവുമായി എത്തൂലേ
അസ്റായീൽ വന്നടയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ് അസ്റായീൽ വന്നടയുന്നൊരു നേരത്ത് സുബ്ഹാനല്ലാഹ് ആരാരുണ്ട് നിൻ തുണയായി ചാരത്ത് റഹ്മാനല്ലാഹ്. റിനുകുട്ടി ചലഞ്ചിങ് റൗണ്ട് ആയിരുന്നു അല്ലേ? അപ്പം ശരിക്കും ചലഞ്ചായിരുന്നു സാങ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പാട്ട്. ശരിക്കും മരണസമയത്തിനെ കുറിച്ചിട്ടുള്ള അല്ലേ, മരണ സന്ദർഭമൊക്കെ പറയുന്ന ഒരിതാണ്. എന്തോരം ബന്ധുക്കളും അതൊക്കെ ഉണ്ടെങ്കിലും ആ ആരുടെ മണ്ണിലേക്ക് പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നല്ലൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ജീവിക്കണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അല്ലേ? നല്ലൊരു സോങ് ആയിരുന്നു, നല്ല ലിറിക്സ്, റിനുകുട്ടിയുടെ വോയിസും അതിൻ്റെ മ്യൂസിക്കും ശരിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. നന്നായിട്ട് പാടിയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം ഫൈസൽ സാറിൻ്റെ അടുത്ത്. പിന്നെ ബൈജി പറഞ്ഞതുപോലെ നന്നായി ജീവിക്കണം എന്നുള്ളത് ഈ പാട്ടിൻ്റെ ഒരു പിന്നെ അവസാനം നാം കണ്ടെത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണത്. ഇതേപോലെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ മരണഭയത്തോടു കൂടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ധാരാളം പാട്ടുകൾ ഇവിടെ പാടിയിട്ടുണ്ട്. അതേപോലെ പ്രസിദ്ധമായ പല പാട്ടുകളും ഉണ്ട് താനും. പക്ഷെ മോളുടെ ഒരു കാര്യം, ഇത് പിന്നെ എനിക്ക് കണ്ട ഒരു പ്രത്യേകത ഇതിൻ്റെ സെലക്ഷനാണ്. നല്ല സെലക്ഷനാണ്. കാരണം ഇത് അങ്ങനെ ആരും സെലക്ട് ചെയ്യില്ല. കാരണം പാടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. ഈ ഇന്നത്തെ മാപ്പിളപ്പാട്ടിലെ യുവഗായകരിൽ ശ്രദ്ധേയനായ ഷമീർ ചാവക്കാടാണ് ഇത് പാടിയത്. ഷമീർ നല്ല സിംഗറാണ്. അപ്പോൾ ഷമീറിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഈ പാട്ടിൽ നമുക്ക് കാണാം. അതുപോലെ ഇത് ചിട്ടപ്പെടുത്തിയത് അഷ്റഫ് മംഗലശ്ശേരി എന്ന മഞ്ചേരിയാണ്. രണ്ടുപേരാളല്ലേ? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നെയിം അഷ്റഫ് മംഗലശ്ശേരി എന്നാണ്. പക്ഷെ അഷ്റഫ് മഞ്ചേരി നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അഷ്റഫ് മംഗലശ്ശേരി എന്ന് പറയുന്നതാണ് അഷ്റഫ് കാക്ക് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പുള്ളി പറയാറുള്ളതെന്ന് തോന്നുന്നു. ഇനി ഇബ്രാഹിം കാരക്കാട് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ദുബൈയിലാണ്. ധാരാളം ഇതേപോലെയുള്ള പാട്ടുകൾ എഴുതിയ ആളാണ്. ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ് അദ്ദേഹം. കാരണം ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രവാസിയായിക്കൊണ്ട് തന്നെ മാപ്പിളപ്പാട്ടുകളെ ഇഷ്ടപ്പെടുകയും മാപ്പിളപ്പാട്ടിൻ്റെ തനിമ നിരത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ ഇബ്രാഹിം കാരക്കാട്. കാരക്കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പാലക്കാട് ഷൊർണൂർ അടുത്തുള്ള കാരക്കാട്ടിലെ ഇബ്രാഹിം. അപ്പോൾ അദ്ദേഹമാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിൻ്റെ സന്ദേശത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇനി മോള് പാടിയെക്കുറിച്ച് തീർത്തും അത് ഒരു ചാലഞ്ച് തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞങ്ങളിവിടെ പറയുമായിരുന്നു, കാരണം പെർഫെക്റ്റ് ആയിട്ട് മോള് പാടി എന്നുള്ളതാണ്. ഏതായാലും ഇതേപോലെയുള്ള ഈ ഒരു റൗണ്ട് കൃത്യമായി മോൾ ഉൾക്കൊണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും നമുക്കിനി പാടാനുള്ള പാട്ടുകളിലും ഇതേപോലെ തന്നെ കാണണം. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. റീനു നന്നായി പാടി കേട്ടോ. മോള് പറഞ്ഞ ആ ചലഞ്ച്, അതിനെ പറ്റിയൊരു സോങ് തന്നെയായിരുന്നു അത്. കാരണം താഴെ വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഹൈ ആയിട്ട് ആ പല്ലവി തന്നെ അതിന്റെ മാർക്ക് നമുക്ക് തരാം. പിന്നെ വിരുദ്ധം അസാധ്യമായിട്ട് പാടിയിട്ടാ മോളെ. അതിലൊരു എൻ്റെ ചെയ്യുന്ന ഒരു അറബിക് സ്റ്റൈൽ വരുന്നുണ്ടല്ലോ, അതൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ പല്ലവിയാണ് ഞാനിപ്പോൾ പറഞ്ഞ മാതിരി മോളും ആ ഹയ്യോ അപ്പം തന്നെ താഴെ വരുന്ന അതൊക്കെ ശരിക്ക് ആ ഒരു കറക്റ്റായിരുന്നു. പല്ലവി തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അനുപല്ലവി എൻ്റെ ആ ഹമ്മിങ് ഒക്കെ മോളെ എല്ലായിടത്തും നന്നായിട്ട് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടാണ് ഇത് ശരിക്കും. ഷമീർ ആ പിച്ച് തന്നെയല്ലേ? അല്ല മോള് കുറച്ചോ? കുറച്ച് ഞാൻ ചോദിക്കാം. ഷമീറിന്റെ അതെനിക്ക് അറിയാം, നല്ല ഹൈ ആയിട്ടാണ് ഷമീർ പാടുക. ഹൈയിൽ പറയണോ അത്? കാരണം നല്ല തൊണ്ട നന്നായി നല്ല സംഗതിയായിട്ട് പാടുന്നൊരു മാഷ് പറഞ്ഞില്ലേ, ഇപ്പൊ വളർന്നു വരുന്ന സിംഗറിലൊരു നല്ല നല്ല വർക്ക് നമ്മളങ്ങനെ പറയുമായിരുന്നു എപ്പോഴും. വർക്ക് ചെയ്യണ നല്ല സ്പീഡുള്ള തൊണ്ടാന്നൊക്കെ പറയുന്ന ഒരു നല്ല സിംഗിങ് ആണ് കേട്ടോ ഷമീറിന്റെ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി, അവന് അധികം ഹൈ എടുക്കും, അധികം പിച്ചിലാണ് അവൻ പാടുന്നത്. അപ്പൊ അതില് ഞാനത് ഒരു പ്ലസ് ആയിട്ട് പറയണമെന്ന് വിചാരിച്ചു. ഇത്തിരിയല്ലേ മോള് കുറച്ചുള്ളൂ, കാരണം ഫീമെയിലിന് വരുമ്പോൾ ആ ഹൈ ഒരു കുറച്ച് ടഫായിരിക്കും. പക്ഷെ മോള് ആ ഹൈ വരുന്നിടത്തൊക്കെ മോള് നല്ല കറക്റ്റായിരുന്നു. മോളുടെ ആ വോയിസ് കൺട്രോൾ ചെയ്യണില്ലേ, അതൊക്കെ വലിയ നല്ലൊരു ഈ
പ്രായത്തിൽ തന്നെ അതൊക്കെ വരുമ്പോൾ നല്ലൊരു കാര്യമാണ്. താങ്ക് യു മാം. അതുകൊണ്ട് നല്ല മൊത്തം നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് നന്നായിട്ട് പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു രണിത, നല്ല കമന്റ്സ് അല്ലേ. ഷാൻ സർ. രേണുകുട്ടി യെസ് സർ. എക്സലന്റ്. താങ്ക് യു സർ. ഇതിനിപ്പം എക്സലന്റ് എന്ന് പറഞ്ഞാലും സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓസം എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് വെറും ഒരു അണ്ടർ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതിൻ്റെ ഒക്കെ മുകളിലാണ് റിനോയുടെ സിംഗിങ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അമേസിങ് ഫീൽ ആയിരുന്നു. പറഞ്ഞ പോലെ മാഷ പറഞ്ഞ പോലെ ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു റൗണ്ട്, അത് ശരിക്കും റിനോയുടെ ആ ഒരു റേഞ്ച്, അതായത് ഹൈ ലോ, ഇത് രണ്ടും ശരിക്കും റിനു എക്സ്പ്ലോർ ചെയ്തു, നമുക്ക് പ്രൂവ് ചെയ്ത് തന്നു. അപ്പം ഔട്ട്സ്റ്റാൻഡിങ്, വെരി ഗുഡ്. താങ്ക് യു ഷെൻസ്. രണിക്കുട്ടിയെ, നല്ല നല്ല കമന്റ്സ് ഒക്കെ കേട്ടു അല്ലേ. ശരിക്കും ഒരു ചലഞ്ച് ആയിരുന്നു. റിനു എന്ന സിംഗർ എന്താണ് ഈ ഒരു സോങ്ങിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇനി നമുക്ക് ആ ഒരു ചലഞ്ചില് മാർക്ക് ചോദിച്ചു നോക്കാം. ഷാൻസ് 29 out of 30, 29 marks. Thank you. Renata? 28.5. Okay, out of 30, 28.5. ഇനി നമുക്ക് ഫൈസൽ സാറിന്റെ മാർക്ക് ചോദിച്ചു നോക്കാം. എനിക്ക് തരുമെന്ന് തോന്നുന്നില്ല, കാര്യമില്ല, ഹിഡൻ ആണ് അല്ലേ. പിന്നെ പറയാം. അപ്പോ ഇനി ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ് തന്നെ നോക്കാം. ഫൈസൽ സാറിനോട് ചോദിച്ചോക്കെ, ഏതായാലും ഹിഡൻ മാർക്കൊക്കെ വെച്ചതല്ലേ. 9. ഔട്ട് ഓഫ് 10 9 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ടോട്ടൽ സ്കോർ ഔട്ട് ഓഫ് 70 66.5. കൺഗ്രാറ്റുലേഷൻസ്, നല്ല മാർക്കാണ്. ഇനി നമ്മുടെ ഫൈസൽ സാറിന്റെ ഒളിപ്പിച്ചു വെച്ച മാർക്കും കൂടി ആകുമ്പോൾ നല്ലൊരു മാർക്ക് നമ്മുടെ ചലഞ്ചിങ് റൗണ്ടിൽ നമുക്ക് അല്ലേ സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല മിടുക്കി കുട്ടിയായിട്ടൊക്കെ പാടി. ഇനിയും 2 റൗണ്ട് നമുക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സെമി ഫൈനലാണ്. ആ ഒരു ചൂടും ഇതൊക്കെ പ്രാക്ടീസിൽ വേണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. റിനു, ഇപ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു ചാലഞ്ചിങ് മൂഡ് വന്നത്. അത്രക്കൊരു ചാലഞ്ചിങ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാല് ഈ ഒരു ലെവൽ? ഇതെനിക്ക് എടുത്തു തന്നത് അഷ്റഫ് കെയാണ്. അഷ്റഫ് ഖാൻ അടുത്ത് ഞാൻ കവാലി ആക്ച്വലി സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം അഷ്റഫ് തന്ന സോങ് ആണ് ഈ സോങ് ആയിരുന്നു. നല്ല പാട്ട്. താങ്ക്സ്, ഇങ്ങനെ ഒരു സോങ് സാറിനോട് ഒരു പ്രത്യേക താങ്ക്സ്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടാൻ. ബ്രെത്തും ശ്രദ്ധിക്കണം, ഹൈയും ലോവും ഒക്കെ. ഓ നല്ല ഡിഫിക്കൽട്ടീസ് ആണ്. അപ്പൊ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. എത്ര ഡേയ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ? ഇത് കൊറേ ദിവസം എടുത്തു ഒരു ഇതാവാൻ. അപ്പൊ എന്തായാലും നല്ല മാർക്സ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം വെച്ചിട്ട് ഒരു നല്ല ടോപ്പ് ലെവൽ മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത് റിനുവിന്. എന്താ തോന്നേ? സന്തോഷം. അപ്പൊ സെമി ഫൈനൽ റൗണ്ട്സ് ആണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ല? സാധാരണ ഒന്നും അറിയില്ല അങ്ങനെ. I'll try. So anyways, a very best of luck. Thank you.